നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചി സുധിയെ സമാധാനിപ്പിക്കുകയാണ്. പോട്ടടാ, സാരമില്ല, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തല്ല ഈ പറയുന്ന അയാളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. സത്യങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിലൊന്ന് പറയണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. സുധി പറഞ്ഞു, നിന്നെ ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. നീ ചെയ്തൊരു നല്ല കാര്യം തന്നെയാ. അതുകൊണ്ടാണല്ലോ അവളുടെ മുഖം മൂടി വലിച്ചു കയറാനായിട്ട് പറ്റിയത്. പക്ഷെ എനിക്കെന്താന്നറിയില്ല, അവളെ മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ജീവൻ അവളെ. എടാ, നിനക്ക് ജീവനാന്നുള്ള കാര്യം അറിയാം. അത്രയ്ക്ക് ജീവനാണെങ്കിൽ അവള് നിന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവടാ. അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കള്ളത്തരം കാണിക്കുവോ? എനിക്കറിയാടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയാ. ഓരോന്നൊക്കെ ഓർക്കുമ്പോഴത്തേനും സച്ചി സമാധാനിപ്പിക്കുക. നീ വിഷമിക്കാതിരിക്കുക, എന്തിനും ഏതിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. നമുക്ക് എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. അവൾ ഒറ്റയൊരുത്തി എല്ലാം നശിപ്പിച്ചു. അപ്പോഴാണ് കഷ്ടകാലം പിടിക്കാനുണ്ട് ഭാമയുടെ വരവ്. ഭാമ അങ്ങോട്ട് വന്നു. ഭാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അത് പിന്നെ എടി നിന്നോട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? അതെ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇപ്പൊ സമാധാനമായല്ലോ. നീ കൊണ്ടുവന്ന ബന്ധമായത് നല്ല ബന്ധമാ. മലേഷ്യക്കാരൻ അച്ഛന്റെ മോളാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഒടുവില് ഒരു ദരിദ്രവാസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്ര ദേഷ്യപ്പെടുന്നേ? എല്ലാത്തിനും കാരണം നീയല്ലേ ഈ ബന്ധം കൊണ്ടുവന്നേ. എന്നിട്ട് നീ എന്താടി കാണിച്ചേ? എടി, ഞാൻ ബന്ധം കൊണ്ടുവന്നു, പക്ഷെ നീ അന്വേഷിക്കണ്ടായിരുന്നോ? കല്യാണത്തിന് മുമ്പ് നിന്റെ മരുമോളാൻ പോകുന്നവള് എങ്ങനെയുള്ളവളാണ്, അവളുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കേണ്ട ചുമതല നിൽക്കില്ലേ? പക്ഷെ നീ അന്വേഷിച്ചോ? ഇപ്പൊ എല്ലാ കുറ്റം കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്തെടുത്ത പോലെ നിൽക്കുക. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? എടി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒന്നും അല്ലെങ്കിൽ സുധിയുടെ ഭാര്യയല്ലേ അവള്? ഭാര്യയാണ് പോലും. ഇത്രയും കള്ളത്തരം കാണിച്ചിരിക്കുന്നവളെ ഇനി ഭാര്യയായിട്ട് ഞാൻ വെച്ചോണ്ടിരിക്കോ? ഒരിക്കലും ഇല്ല. ഈ ജന്മത്തിൽ എനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എടി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്. നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അവൾ ഈ വീട്ടില് വേണ്ടേ? സുധിയുടെ ഭാര്യയല്ലേ? പിന്നെ അവളിനി ഈ വീട്ടിൽ വേണ്ട. അവൾ ഈ വീട്ടിലേക്ക് കാലുകുത്താൻ പോകുന്നില്ല. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറയേണ്ട ആള് സുധിയാ എന്ന് ഭാമ പറഞ്ഞു. കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഞാൻ പറഞ്ഞ സുധി അനുസരിക്കും. ഞാൻ പറഞ്ഞതിനപ്പുറം അവൻ പോകത്തില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനെ എന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കേറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ സച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടെ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയി ഫുഡ് കഴിക്കാനിരിക്കുവാണ്. ആ സമയത്താണ് അവിടെ അരുൺ എന്ന് പറയുന്ന പോലീസുകാരന് ഇരിക്കുന്നത് കണ്ടത്. കാരണം അയാളുമായിട്ട് മുമ്പ് സച്ചി ഒന്ന് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. അയാൾക്കതിന് ദേഷ്യം ഉണ്ടായിരുന്നു. സച്ചി അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ ഇങ്ങനെ അയാളെ തന്നെ നോക്കുവാണ്, സച്ചിയെ തന്നെ നോക്കുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ കൂട്ടുകാരൻ ചോദിച്ചു, ഇതെന്താടാ അവൻ നിന്നെ തന്നെ നോക്കണമെന്ന് ചോദിച്ചു. അതോ, അയാളുമായിട്ട് നേരത്തെ ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റർ ഓർഡർ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി മസാല ദോശ പറഞ്ഞു. അരുണിനും കിട്ടി ഫുഡ്. അങ്ങനെ കഴിക്കാനിരിക്കുന്ന സമയത്ത് അരുണിന്റെ അമ്മയെ വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞിട്ട്, അമ്മ ഞാൻ ദോശ കഴിക്കുവാന്നൊക്കെ പറയണം. ശരി മോനെ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനമ്മേ, ഇവിടെ കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചില വൃത്തികെട്ടവന്മാരെ കണ്ടേ ഓക്കാനും വരുന്നുണ്ട്. ഇപ്പൊ കഴിക്കാനും പറ്റുന്നില്ല. അവന്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം താഴേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞു. സച്ചിക്ക് മനസ്സിലായി തന്നെ ഉദ്ദേശിച്ച പറഞ്ഞേന്ന്. സച്ചി പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അരുണും എഴുന്നേറ്റു. സച്ചി എന്നിട്ട് പറഞ്ഞു, സാറേ വെറുതെ അനാവശ്യം പറയരുത്. സാർ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതേടാ, നിന്നെ തന്നെ ഉദ്ദേശിക്കാൻ പറഞ്ഞതാ. വൃത്തികെട്ടതാ നീ. നിന്നെ കണ്ട ഫുഡ് പോയിട്ട് ഓക്കാനം വരുന്നുണ്ട്. സാറേ, മര്യാദയ്ക്ക് സംസാരിക്കണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യുമെന്നോ? എടാ, അന്ന് നീ വലിയ ഷോ കാണിച്ചു. പക്ഷെ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോകാൻ പോകുന്നില്ല. അന്ന് നിന്റെ അച്ഛന് പറഞ്ഞെന്ന് പറഞ്ഞോണ്ടാ നീ വലിയ ഷോ കാണിച്ചേ. എങ്കിലേ ഇന്ന് നിന്നെ തന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നീ കാണിക്കടാ. അയാളാണെങ്കിൽ വെറുതെ തല്ലി മേടിക്കാൻ പാകത്തിന് ഇങ്ങനെ നിൽക്കണം ഓരോന്ന് പറഞ്ഞോണ്ട്. സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, വേണ്ട സാറേ. അയ്യോ പിന്നെ എന്ന് വെച്ചാൽ നീ അങ്ങോട്ട് മൂക്കി കയറ്റു തന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവാണ്. സച്ചി വിട്ടുകൊടുക്കുവോ? സച്ചി പറഞ്ഞു, വേണ്ടാന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേനും അയാൾ കയറി സച്ചിയുടെ കോളറിന് അങ്ങോട്ട് കയറി പിടിച്ചു. നിന്നെ കൊണ്ട ലോക്കപ്പിലിട്ട് ചതയ്ക്കാനായിട്ട് എനിക്കറിയാന്ന് പറഞ്ഞു. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. സച്ചി വെറുതെ വിടുവോ? വിട് സാറേന്ന് പറഞ്ഞു. വിട്ടില്ല. സച്ചി ഒറ്റ തള്ളു കൊടുത്തു. അയാളും കൂടെ വീഴാനായിട്ട് പോയി. അപ്പോഴേക്കും അയാളുടെ പോക്കറ്റിന്റെ സൈഡ് അങ്ങോട്ട് കീറി.
പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് മതിയടാ, നിന്നെ ലോക്കപ്പിൽ കൊണ്ടേ എനിക്ക് ഇടിക്കാനായിട്ട് ഇത്ര മാത്രം മതി. നിനക്കിട്ടുള്ള പണി വരുന്നുള്ളൂ. നീ ആരാന്നാ വിചാരം? ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും, നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ കോളർ കീറിയ ഷർട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. സച്ചി പറഞ്ഞു, സാറിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താടാ നീ പറഞ്ഞ? ഇല്ല സാറേ. സാറും കൂടെ നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നോക്ക്, അതെന്റെ ആളാ, എനിക്ക് പരിചയമുള്ളതാ. വീഡിയോ എടുത്തിട്ടുണ്ട്. സാറാണ് എന്റെ മേക്കിട്ട് കയറാൻ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വ്യക്തമാണ്. സാർ ഇനിയിപ്പൊ എന്നെ അകത്തിടാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ആ വീഡിയോ അവരങ്ങോട്ട് പുറത്തിറക്കും. അപ്പൊ പിന്നെ അറിയാലോ, സാറ് സസ്പെൻഷനായി വീട്ടിലിരിക്കും, ഞാൻ പുറത്തിറങ്ങുകയും ചെയ്യും. എന്താ സാറേ, അത് വേണോന്ന് ചോദിച്ചു. ശരിക്കും നാണം കെട്ടുപോയി അരുണ്. പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞു, നിന്നെ ഞാൻ പിടിച്ചോളാം, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വിളിച്ചിട്ട് വലിയ ആളും കളിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അരുൺ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അരുണിന്റെ അമ്മ ചോദിച്ചു, ഇതെന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അരുണൊന്നും മിണ്ടിയില്ല. മുറിക്കകത്തേക്ക് അവിടെ കയറി പോകുമ്പോഴത്തേനും അമ്മ പിന്നാലെ നിന്ന്, എടാ എന്താടാ നീ എന്താ ഒന്നും മിണ്ടാതെ പോണേന്ന് ചോദിച്ചു. ആരിലുമായിട്ട് നീ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ പ്രശ്നം ഉണ്ടാക്കി അമ്മ, ആ ഫ്രോഡില്ലേ. ആരുടെ കാര്യമാണ് നീ പറയണേ? അമ്മ, ഞാൻ വന്നൊരു ഫ്രോഡ്, ഞാനുമായിട്ട് മുട്ടില്ലേ, അവന്റെ കാര്യമാണ് പറയണത്. എടാ നിന്റെ പോക്കറ്റ് കീറിയിട്ടുണ്ടല്ലോ. അതെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. എടാ എന്തിനാടാ വഴക്കിനും പ്രശ്നത്തിനും പോകുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നിനും പോവില്ലെന്ന്. അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് നീ എന്റെ തലയത്തോട് സത്യം ചെയ്തല്ലേ ഇനി ഒരു പ്രശ്നത്തിനും പോവില്ലെന്ന്. ഇത് എത്രാമത്തെ സ്റ്റേഷനാ? നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ ഇനി നിന്റെ തൊപ്പി ധരിക്കും. നീ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനി എവിടേക്കെങ്കിലും കിട്ടുമല്ലേന്ന് ചോദിച്ചു. അമ്മ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. എനിക്കിപ്പം മനസ്സിലായടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വെച്ചേക്കാം. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ. ഇനി ഇവിടുന്നും പോവണം, അല്ലാതെ ഇവിടെ അധിക ദിവസം ഒന്നും നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഒരിടത്തേക്കും പോകേണ്ട വരത്തില്ല. അവനെ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവനെന്റെ കൈ കിട്ടും. അമ്മയ്ക്കറിയാലോ, ഇതിനു മുമ്പ് ഞാൻ ആയിരുന്ന മാടപ്പറമ്പ് സ്റ്റേഷനിൽ ഇതുപോലെ ഒരുത്തനുണ്ടായിരുന്നു, എന്നോട് ഇടയ്ക്കിടയ്ക്ക് മുട്ടാൻ വരുന്നേ. പിന്നെ എന്താ ചെയ്തേ? അവനിപ്പോ കൈയും കാലും പോലും അനക്കത്തില്ലാതെ കിടന്ന കിടപ്പ് തന്നെ കിടക്കുക. അതുപോലെ തന്നെ ഞാൻ ഇവനെ ആക്കിയിടും. എന്നോട് കളിച്ച കളി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ, അപ്പൊ നീ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുന്നില്ലല്ലേ? അമ്മ എന്നെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? പിന്നെ നിന്റെ സ്വഭാവം എനിക്കറിയാലോ. അപ്പൊ പിന്നെ നിന്നെ അല്ലാതെ ഞാൻ മറ്റാരെയോ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു. പക്ഷേങ്കില് അതൊന്നും കേട്ടിട്ട് അരുണങ്ങോട് ദേഷ്യം കുറയുന്നുണ്ടായിരുന്നില്ല. അരുണാണെങ്കിൽ സച്ചിയെ വലിച്ചു കീറാനുള്ള ദേഷ്യമായിരുന്നു. ഈ സമയം ശ്രുതി ആകെപ്പാടെ ടെൻഷൻ അടിക്കുന്ന കണ്ടപ്പത്തേനും മീര നിച്ചു, എന്താടി? അതെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി എങ്ങനെ ആ വീട്ടിലേക്ക് കയറാൻ പറ്റൂന്ന്. നീ ഒരു കാര്യം ചെയ്യാം, ശ്രുതിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാന്നല്ല പറഞ്ഞേ, നീ ശ്രുതി ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്. അല്ല, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആദ്യം വിളിച്ചു നോക്ക, ഇനി വൈകിപ്പിക്കാൻ പറ്റില്ല. ഒത്തിരി താമസിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല, കൈവിട്ടു പോവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് വിളിച്ചു നോക്ക്, അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയട്ടെ. അങ്ങനെ ഒടുവില് ശ്രുതിയെ ഫോൺ വിളിക്കുകയാണ്. പക്ഷെ ശ്രുതി കോള് കട്ട് ചെയ്തു. ശ്രുതി ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. കോൾ എടുത്തില്ല. കട്ട് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പം ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. അപ്പോഴേക്കും മീര വെച്ചു, എന്താടി, എന്ത് പറ്റി? ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഇല്ല, അവ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. നിന്നോട് മിണ്ടാൻ താല്പര്യം ഇല്ലാത്തോണ്ടായിരിക്കും. നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അവന് നല്ല ദേഷ്യമായി കാണും. ഇത്രയധികം സ്നേഹത്ത് നിന്നിട്ട് നീ വഞ്ചിച്ചെന്നറിയുമ്പം ആർക്കാടി സഹിക്കാൻ പറ്റുന്നേ? നീ അവന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ശരിയാ എടി, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, അങ്കിളിന് എന്നോട് അത്രയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലാന്ന് തോന്നേ. കാരണം എന്നെ കുറച്ച് ചീത്ത പറഞ്ഞാലും ഈ പറയുന്ന ആന്റി എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുന്ന സമയത്ത് അങ്കിൾ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്കിളിന് എന്നോട് ഇഷ്ടമാന്നാ. അങ്ങനെയാണെങ്കിൽ അങ്കിളിനോട് ആരെങ്കിലും ഒന്ന് പറയുവാണെങ്കിൽ ഒരു പക്ഷെ അങ്കിൾ എന്നെ ആ വീട്ടിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞു. എടി, ആര് പറയാനായിട്ടാ? എടി, ഒരു കാര്യം ചെയ്യുക, നീ തന്നെ ചെന്ന് പറ. ഞാനെന്ത് പറയാനായിട്ട്? എടി, വിശ്വാസം വരുന്ന രീതിയിൽ നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താന്ന് ഇത്തിരി പൊടിപ്പും തെങ്ങലൊക്കെ വെച്ചോ പറഞ്ഞു. ഇച്ചിരി സെന്റിമെന്റ്സ് ഒക്കെ അങ്ങോട്ട് വർക്കാക്കുക. അപ്പൊ എന്താണെങ്കിലും അങ്കിള് വിശ്വസിക്കാതിരിക്കില്ല. എടി, എനിക്ക് പേടിയാ. ഞാൻ അങ്ങ് ചെന്നിട്ട്, എടി നീ പേടിക്കാതിരിക്കുക. അങ്കിൾ രാവിലെ ഒരു 6:30-7 മണിക്കുള്ളിൽ നടക്കാനായിട്ട് ഇറങ്ങും. ആ സമയത്ത് നീ അങ്കിളിനെ പോയി കാണണം, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം. നിന്നെ കൊണ്ടേ അത് പറ്റുവോളെന്ന് പറഞ്ഞു. ഒടുവില് ശ്രുതി സമ്മതിക്കുകയാണ്. അല്ല, ശ്രുതിയല്ല, മീര സമ്മതിക്കുകയാണ് രവീന്ദ്രനോട് പോയി സംസാരിക്കാന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒടുവില് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും മീര രവീന്ദ്രനോട് സംസാരിക്കാനായിട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീര പെട്ടെന്ന് രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നു.
ആ ഇതാര് മീരമോളോ? അല്ല ഇതെവിടെ പോയതാ? അതെ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടം വരെ വന്നാന്ന് പറഞ്ഞു. ആണോ? ആ എന്നാ ശരി. അല്ല അങ്കിള് നടക്കാൻ ഇറങ്ങിയതാണോ? നടക്കാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. എന്നാ ശരി പോട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അങ്ങോട്ട് നടക്കുമ്പോഴത്തേനും മീര പിന്നാലെ എന്നിട്ട് വിളിച്ചു, അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയാനുള്ളേ? അല്ല ഇതുവരെയായിട്ടും ശ്രുതിയെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ശ്രുതി എന്റെ വീട്ടിലാ താമസിക്കണേന്ന് പറഞ്ഞു. അത് അങ്കിളിന് അറിയില്ലേ? ആ എനിക്കറിയാം. എന്നിട്ട് എന്താ ശ്രുതിയെക്കുറിച്ചൊന്നും ചോദിക്കാതെ? അല്ല ഞാൻ എന്ത് ചോദിക്കാനായിട്ടാ അങ്കിളെ, അവൾക്കൊരു തെറ്റു പറ്റിപ്പോയി. കാരണം ശ്രുതിയെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞേ. ഒരു പക്ഷെ ഒന്നും ഇല്ലാത്തടത്ത് നിന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലാരും സമ്മതിക്കില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ശ്രുതി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞേ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആന്റി സമ്മതിക്കുമായിരുന്നു ഈ വിവാഹം നടത്താനായിട്ട്? ശ്രുതിക്കൊന്നും ഇല്ലാന്നറിയുമായിരുന്നെങ്കിൽ ഇല്ല. അതുകൊണ്ട് മാത്രം ശ്രുതിയെ ജീവിതത്തിലേക്ക് കൂട്ടണം അവൾക്ക് അത്ര ആഗ്രഹമായിരുന്നു. ശ്രുതി അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ല എല്ലാരും അവളെ കുറ്റപ്പെടുത്തിയല്ലോ. അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണ സമയത്ത് എല്ലാരും നോക്കി നിന്നല്ലോ. ഈ പറയുന്ന ശ്രുതി അവൻ തെറ്റുകളൊക്കെ ചെയ്തിട്ടില്ലേ? എത്രമാത്രം കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അവനോടൊപ്പം നിന്ന് ശ്രുതി അവനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്ത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവൻ തെറ്റ് ചെയ്ത സമയത്തും അവനെ ഇങ്ങനെ ശിക്ഷിക്കാനൊന്നും ശ്രുതി ഒരുമ്പിട്ടിട്ടില്ല. അന്നല്ല അവനെ ചേർത്ത് പിടിക്കുകയോ ചെയ്തേ. അപ്പൊ പിന്നെ ഇങ്ങനൊരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ശ്രുതി അവിടെ നിന്ന് ഇറക്കി വിടണമായിരുന്നു അങ്കിളെ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതെ ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാൻ ആരുമല്ല. അവള് ചെയ്തത് അത് ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമില്ല. അവള് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും ആർക്കും പൊറുക്കാനും മറക്കാനും പറ്റുന്ന കാര്യമില്ല. അങ്കിളെ എനിക്കൊരു കാര്യം അറിയാം. അങ്കിള് നല്ലവനാണ്. ഇടയ്ക്കിടയ്ക്ക് ശ്രുതി പറയും അങ്കിളുടെ മനസ്സ് നല്ല തങ്കപ്പെട്ട മനസ്സാണ്. ഇതുപോലെയുള്ള ഒരു അച്ഛനെ കിട്ടാനായിട്ട് ഭാഗ്യം ചെയ്യണമെന്നൊക്കെ. അത്ര നല്ല ക്ഷമാശീലനാണ് അങ്കിള്. പക്ഷെങ്കില് അങ്കിള് വിചാരിക്കുവാണെങ്കിൽ ശ്രുതി അങ്ങോട്ടേക്ക് കയറ്റാനായിട്ട് പറ്റും. ആന്റിയോടൊന്ന് സംസാരിക്കണം. ശ്രുതി അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് പറയണം. അതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മീരെ. കാരണം ചന്ദ്രമതിയാണ് അവളെ അവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കുന്നത്. എനിക്കറിയാം അങ്കിളിന്റെ മനസ്സിൽ അവളെ വിളിക്കണം തന്നെയാണ്. അങ്കിളിന് ഇപ്പോൾ ശ്രുതിയോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ ദേഷ്യപ്പെടാതിരുന്നിട്ടോ കാര്യമൊന്നുമില്ല. ശ്രുതിയാണ് ഭർത്താവ്, ശ്രുതിയോടൊപ്പമാണ് ജീവിക്കേണ്ടത്. അങ്കിളെ ഒരു ഞാൻ പറയാം, ഒരു പക്ഷേങ്കില് അവരൊരുമിച്ചൊരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ ശ്രുതി ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് വരും. ഇപ്പം ഞാൻ ശ്രുതിയുടെ അടുത്ത് കാവലിരിക്കുക. ശ്രുതി എന്താ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റില്ല. ശ്രുതിക്കാണെങ്കിൽ അത്ര ടെൻഷൻ ഉണ്ട്. അതോർത്തിട്ട് മീര പേടിക്കൊന്നും വേണ്ട. കാവലിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജീവിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഒരിക്കലും മരിക്കില്ല. അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ശ്രുതി അങ്ങനെ എടുത്തിയാണ്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് മീര പേടിക്കണ്ട. അവൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല. പിന്നെ ഇത്രയൊക്കെ കള്ളത്തരം കാണിക്കാനായിട്ട് അവൾക്ക് സാധിച്ചില്ലേ? അല്ല നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അവളായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അല്ല അങ്കിളെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി മീരെ. ഇനിയിപ്പൊ എന്നോട് വന്ന് കയ്യെ കാലെ പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനല്ല തീരുമാനം എടുക്കണ്ടേ, ശ്രുതിയാണ്. ശ്രുതിയുടെ ഭാര്യയല്ലേ അവള്. അതുകൊണ്ട് ഇനിയിപ്പൊ അവൻ തന്നെ തീരുമാനം എന്താന്ന് വെച്ചാൽ പറയട്ടെ. പിന്നെ കണ്ട സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എന്താന്ന് വെച്ചാലേ ഇതിനു മുമ്പ് അവിടെ ഒരു മരുമോള് വന്നിട്ടുണ്ടായിരുന്നു, രേവതി. അവളിപ്പം മരുമകളായിട്ടല്ല എന്റെ മോളായിട്ട് അവളവിടെ കഴിയണേ. അറിയാലോ, അവളെ കണ്ടുപഠിക്കാൻ പറ നിങ്ങളുടെ കൂട്ടുകാരിയോട്. അവള് ഒത്തിരി ഉള്ളൊരു സമ്പാദ്യം ഉള്ളിടത്തൊന്നും അല്ല വന്നത്. പക്ഷെ അവൾ ഇതുവരെയായിട്ടും കള്ളത്തരം കാണിച്ചിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടുമില്ല. അവള് നല്ല സന്തോഷമായിട്ട് അവിടെ കഴിയുന്നേ. കൂട്ടുകാരിയോട് പറ അവളെ ഒന്ന് പഠിക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ തിരിഞ്ഞു നിന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് മീര എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന്. മീരയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഔട്ട് അംഗീകരിക്കാനായിട്ട് രവീന്ദ്രന് കഴിഞ്ഞില്ലെന്നുള്ള കാര്യം മീരയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി പോയി തന്റെ ഫ്രണ്ട് ആനന്ദനെ കാണുവാണ്. ആനന്ദനെ കണ്ടിട്ട് ആനന്ദനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, എന്നാലും അവൾ ഇത്രയും വലിയൊരു ചതി, ഇത്രയും നാള് നിന്നെ ചതിച്ചിട്ട് നീ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ലെന്ന് ചോദിച്ചു. ഇല്ല എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല. സച്ചിക്ക് ഇടയ്ക്ക് സംശയം ഉണ്ടായിരുന്നു. സച്ചി ഇതിനെ കുറിച്ച് പറയുമായിരുന്നു. പക്ഷെ ഞാനൊന്നും കാര്യമായിട്ട് എടുത്തില്ല. എടാ ആദ്യമായിട്ടല്ലല്ലോ അവൾ അവളുടെ ഇളയച്ചനെ ഇറക്കുന്നേ. ഇതിനുമുമ്പ് എത്രയോ വട്ടം ഇറക്കിയിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് നേരിയൊരു സംശയം പോലും ഇല്ല. ഇല്ലാന്നേ, എനിക്ക് അവളെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്കിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. എനിക്ക് അവളെ അത്രയ്ക്ക് സ്നേഹമായിരുന്നടാ. ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ അവള് ചെയ്തു എന്നോട്. എടാ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തു നിന്നോട്. പക്ഷെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ നീയും നിന്റെ അമ്മ എല്ലാരും കൂടെ ചേർന്ന് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? ഇനിയിപ്പം അവളെ നീ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ നോക്കും.
തിരിച്ചു കൊണ്ടുവരാനോ? എന്തൊക്കെയാ ബ്രോ പറയണേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ഭാര്യ, നീ താലി കെട്ടിയ ഭാര്യ അവള്. അതൊക്കെ എനിക്കറിയാം ബ്രോ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്റെ എല്ലാമാണ് എന്റെ അമ്മ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ശ്രുതി. കാരണം ഞാൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, ആ കള്ളത്തരങ്ങൾക്കൊപ്പം അവൾ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്, എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൾക്ക് എന്നെ അത്രയ്ക്ക് ജീവനായിരുന്നു. തിരിച്ചെനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല അവളെ തിരികെ കൊണ്ടുവരാനായിട്ട്. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എടാ എനിക്കൊരു കാര്യം മനസ്സിലായി. നീ അവളുടെ പണത്തെ അല്ല സ്നേഹിച്ചേ, നിന്റെ അമ്മ അവളുടെ പണത്തെ സ്നേഹിച്ചേ. പക്ഷെ നീ അവളെ സ്നേഹിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് അത്ര സ്നേഹം അവളോടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം. ഇനി ആ വീട്ടിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ വേറൊരു വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറ്. എന്നിട്ട് അവളെ കൊണ്ട് അവിടെ പോയി താമസിക്കാൻ നോക്ക്. അതോ ഞാൻ നോക്കിയിട്ട് നടപടിയുള്ളൂ. എടാ അത് നടക്കും തോന്നുന്നില്ല. അതെന്താ? ഈ സച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ സ്വാർത്ഥനാന്ന്. ശരിയാ, ഞാൻ ഒരു കാര്യത്തിൽ സ്വാർത്ഥനാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യത്തിലും ശ്രുതിയുടെ കാര്യത്തിലും രണ്ടുപേരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ട് ഉള്ളത്. പക്ഷെ അമ്മ എന്നെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഇന്ന് വരെ നോവിച്ചിട്ടില്ല. പക്ഷെ ശ്രുതി അങ്ങനെയല്ല. ശ്രുതി എന്നെ നോവിച്ചു. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ വാക്ക് ധിക്കരിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ അമ്മ പറയാതെ ഞാൻ അവളെ വിളിക്കില്ല എന്ന് പറഞ്ഞു. എടാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എടാ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അമ്മ പറയാതെ ഞാനൊന്നും ചെയ്യില്ല. അവളെ ഞാൻ വീട്ടിലേക്ക് വിളിക്കില്ല. എനിക്ക് അവളെ അത്രയ്ക്ക് ജീവനാണ് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവളെ വിളിക്കാൻ പറ്റില്ല ബ്രോ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകുന്ന വേദന എനിക്കുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ നിസ്സഹായനാന്ന് ആനന്ദിനോട് പറഞ്ഞു. ആനന്ദ് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ ചെയ്യ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ട് പോയി. പിന്നീട് അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ അത്താഴം കഴിക്കേണ്ട സമയമായി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിൻ ദേവത എല്ലാവരും കൂടെ അങ്ങനെ കഴിക്കാണ്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് സുധി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവൻ സുധി എത്തിയില്ലോ എന്ന് പറഞ്ഞു. സുധിയാണെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. ചന്ദ്രമതി സുധിയെ വിളിക്കുവാണ്. പക്ഷെ സുധി വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടമ്മയെന്ന് പറഞ്ഞു. ചന്ദ്രമതി എന്ന് കഴിഞ്ഞപ്പോഴത്തേന് സുധി അവിടെ ഇരിക്കുന്നുണ്ട്. എടാ നീ എന്തിരിപ്പായിരിക്കുന്ന? ബാ ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു വിളിച്ചു. അമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുധിയെ വിളിച്ചു വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുത്തുവാണ്. അങ്ങനെ സുധി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചപ്പാത്തിയൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. എല്ലാവരും കഴിക്കുക. പക്ഷെ സുധി ആണെങ്കിലോ അത് നോക്കിയിരുന്നല്ല, സുധി ഒന്നും കഴിച്ചില്ല. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, എന്താടാ മോനെ നീ എന്താ കഴിക്കാത്തേന്ന് ചോദിച്ചു. എനിക്ക് വിശപ്പില്ലമ്മേ, കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എടാ എന്താടാ നിനക്ക്? അമ്മ എനിക്ക് തൊണ്ടേന്ന് താഴേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ചന്ദ്രമതി മോനെന്ന് വിളിച്ചുകൊണ്ട് പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ രവീന്ദ്രൻ തടഞ്ഞു. വേണ്ട, അവനെ തിരികെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം രവീന്ദ്രൻ അറിയാം സുധിയുടെ മനസ്സിൽ എന്താന്ന്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ശ്രുതിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു സുധി, അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതെ കൂടുതൽ സെന്റിമെന്റ്സ് ഒന്നും ആർക്കും വേണ്ട. ഇനിയിപ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇപ്പോഴിങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ പതിയെ പതിയെ അതങ്ങോട്ട് മാറിക്കോളും. അധികം വൈകാതെ അവളെ മറന്നോളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്താണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ് ശ്രുതി. മീര പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വീട്ടിലുള്ളവർ നിന്നെ തിരികെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇടി അവിടുത്തെ അങ്കിൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. എന്നിട്ട് ഞാനിപ്പോൾ അവിടുന്ന് പോയിരുന്നിട്ട് എന്നെ അങ്ങോട്ട് തിരികെ വിളിച്ചത് പോലും ഇല്ലോ. ഇടി എങ്ങനെ വിളിക്കും? നീ അത്ര നല്ല കാര്യമാണല്ലോ ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത്. ബോധമുള്ള ആരെങ്കിലും നിന്നെ തിരികെ വിളിക്കുവോ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, എടി നീയും കൂടെ ഇങ്ങനെ പറയല്ല. എടി ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ശ്രുതി. ഇനി നീ പോയി ശ്രുതിയെ കാണണം, ശ്രുതിയെ നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാൻ പോയി സംസാരിക്കാനാ? അല്ല പിന്നെ ഞാൻ പോയിട്ട് കാര്യമുണ്ടോ? അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കും, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ഷോപ്പിലേക്ക് ശ്രുതി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന ശ്രുതിയെ കാണുന്ന സമയത്ത് ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ശ്രുതി, എനിക്ക് ശ്രുതിയോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനായിട്ട്? എനിക്കൊന്നും സംസാരിക്കല്ല. ഇങ്ങനെ പറയരുത് ശ്രുതി. എനിക്ക് ശ്രുതിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കള്ളത്തരമൊക്കെ പറഞ്ഞത്. എനിക്ക് ജീവനാണ്, ശ്രുതിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഓഹോ, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലല്ലേ? അതെ, അതുകൊണ്ട് ശ്രുതി എന്നോട് ക്ഷമിക്ക്, എന്നെ കൂടി വിളിച്ചോണ്ട് പോ. എല്ലാവരും അവിടെ തന്നെ അടിച്ചിറക്കി വിടുന്ന സമയത്ത് പോലും ശ്രുതി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അത് നോക്കിയും കണ്ട് നിന്നോളൂ. ഞാൻ കരുതി അതിനുശേഷം ശ്രുതി എന്നെ കാണാൻ വരും, എന്നെ തിരികെ വിളിക്കൂന്നൊക്കെ. പക്ഷെ ശ്രുതിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കേട്ടത് ശ്രുതി പറഞ്ഞു, എങ്ങനെ ദേഷ്യം വരാതിരിക്കും? നീ എന്നെ ചതിക്കുമല്ലേ ചെയ്തേ? എന്നോട് കാണിച്ച വഞ്ചന.
ശ്രുതി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശ്രുതി എന്നോട് കള്ളത്തരം കാണിച്ചിട്ടില്ലേ, കള്ളത്തരം പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് ഞാൻ ഇങ്ങനെയാണോ ചെയ്തേ? ഞാൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്തേ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എന്നാലും നീ എന്നോട് എത്രമാത്രം ചതിയായി ചെയ്തേ, എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എടി എന്നൊരു വിളിവെച്ച കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുക. ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി. ചന്ദ്രമതി എന്തായാലും വെറുതെ ഇരിക്കില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.